أعوذ بالله من الشيطان الرجيم وما أنفقتم من نفقة أو نذرتم من نذر فإن الله يعلمه وما للظالمين من أنصار. 270 വചനം. ഇന്നലെ നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കി. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും എന്ത് നേർച്ച നേർന്നാലും ഫഇന്നല്ലാഹ യഅലമു, തീർച്ചയായും അള്ളാഹു അതറിയുന്നതാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, അക്രമകാരികൾക്ക് സഹായികളായി ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നോക്കൂ, ഈ വചനം നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്കതൊന്ന് തദബ്ബുർ ചെയ്ത് നോക്കാം. ഭയങ്കര രസമുള്ളൊരു സംഗതി എന്താ അറിയോ, ഒരു ഈമാനികമായ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. 269 വചനം, ഇതിന് തൊട്ട് മുമ്പുള്ള വചനം ഹിക്മത്തിനെ കുറിച്ചായിരുന്നു, അല്ലേ? അതെ, ഹിക്മത്തിനെ കുറിച്ചായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഹിക്മത്ത്, അതിൻ്റെ ഫള്, അതാണ് അതിൻ്റെ മുമ്പുള്ള യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞ് ഹിക്മത്തിനെ കുറിച്ചായിരുന്നു. ഹിക്മത്ത് എന്തെന്ന് നമ്മളവിടെ വിശദീകരിച്ചല്ലോ. ഈ ആയത്തിൽ ഹക്കീം എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്നത് ഇതിലുണ്ട്. ഹക്കീം ആരായിരിക്കണം? ഹക്കീം എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടുകൂടി, ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ധനം ചെലവഴിക്കുന്നവനാണ് ഹക്കീം. അവന് ഹക്കീമാണ്. കാരണം ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹു അതറിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇന്നല്ലാഹ യഅലമുഹു, അള്ളാഹു അവൻ്റെ രഹസ്യങ്ങൾ എത്തി നോക്കുന്നുണ്ട്. അപ്പം അക്രമമായ രൂപത്തിൽ ചെലവഴിച്ചാൽ, ധൂർത്താകട്ടെ തോന്നിയാസ്തിനാകട്ടെ ഒക്കെ ചെലവഴിച്ചാൽ അത് മഹാനഷ്ടമായിരിക്കും എന്ന് ആർക്കറിയും? ഹക്കീമിനറിയും. അപ്പോൾ ആ കഴിഞ്ഞ വചനവും ഈ വചനവും തമ്മിൽ അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് നാം പറഞ്ഞത്. നോക്കൂ, അപ്പം ഈ ആയത്ത് സത്യത്തിൽ സദഖയെക്കുറിച്ച് പറഞ്ഞ ശേഷമാണല്ലോ, അല്ലെങ്കിൽ ദാനധർമ്മങ്ങളെക്കുറിച്ചും ചെലവഴിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞ ശേഷം ആണ് ഇത് പറയുന്നത്, ഈ ആയത്ത്. അപ്പോൾ ഇതൊരു വളരെ കടുപ്പമുള്ള ഒരു നിയമമാണ് ഇത് പറയുന്നത്. അതെന്താ? വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. ആ ഫഇന്നല്ലാഹ യഅലമുഹു എന്നതാണല്ലോ ഇവിടെ ജവാബ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ജ്ഞാനം, അള്ളാഹു അതറിയുന്നുണ്ട്. എന്ത് നീ ചെലവഴിച്ചാലും, അത് തുച്ഛമായാലും ധാരാളമായാലും രഹസ്യമായാലും പരസ്യമായാലും എന്തുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, നേർച്ച പോലും അള്ളാഹു അറിയുന്നുണ്ട്. ഇവിടെ നേർച്ചയെക്കുറിച്ച് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സും അള്ളാഹുവും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് നേർച്ച, അല്ലേ? നമ്മൾ 2 തരം നേർച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ. കണ്ടീഷൻസ് വെച്ച് നേർച്ച നേരുകയാണെങ്കിലും അല്ലാ നേർച്ച നേർന്നാലും അത് വേറെ ആരും അറിയാൻ പോകുന്നില്ല. ചിലപ്പം അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറയുന്നല്ലാതെ. അപ്പോൾ ഇങ്ങനെ വേറെ ആരും അറിയാതെ ഇവൻ നേർച്ച നേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പോലും എന്താണ്? അള്ളാഹു അറിയും. അതും അവൻ എന്ത് ചെയ്യില്ല? നഷ്ടപ്പെടില്ല. ഈ ഒരു ബോധം എന്താണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്? നമ്മുടെ ഖൽബിൽ ഇഖ്ലാസ് ഉണ്ടാക്കിത്തരും, നല്ല ഇഖ്ലാസ്. അഥവാ അള്ളാഹു അറിയും എന്ന് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഞാനത് ചെയ്തിട്ട് നല്ല വാക്ക് പറഞ്ഞോ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കില്ല. ജനങ്ങളുടെ ആ പ്രശംസ ആഗ്രഹിക്കില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഈ മോട്ടിവേറ്റേഴ്സ്. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ ആളുകളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രശംസിക്കണം എന്നാണ് പഠിപ്പിക്കണം. പ്രശംസിച്ചോ, പക്ഷേ പ്രതീക്ഷിക്കരുത് പ്രശംസ. ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഈ പ്രശംസിക്കാൻ വേണ്ടി പറഞ്ഞ് എവിടെ എത്തിയെന്ന് വെച്ചാൽ, അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര നിരാശ വരിക. പ്രശംസ കിട്ടിയിട്ടില്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് നമ്മുടെ വിഷയം
ഇത് ജനങ്ങൾ കണ്ടോ ജനങ്ങൾ അറിഞ്ഞോ എന്നൊന്നുമല്ല. നമ്മുടെ വിഷയം അള്ളാഹു അറിഞ്ഞോ അള്ളാഹു കണ്ടോ എന്നതായിരിക്കണം. അതാണ്. രണ്ടാമത്തെ കാര്യം നോക്ക്, ഇവിടെ ളുൽമിനെ കുറിച്ചുള്ള ഒരു താക്കീത്. ഈ വചനത്തിൽ 2 സംഗതികളുണ്ടല്ലോ. രണ്ടാമത്തേത് താക്കീതാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇവിടെ ശരിക്കും ആരാ ലാലിമ്? ചെലവഴിക്കുന്നവനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോൾ ളുൽമ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എണ്ണമാണ്. ഒന്ന് ബുഖ്ലാണ്, പിശുക്ക്, അത് ളുൽമ. ചെലവഴിക്കേണ്ടടുത്ത് എന്ത് ചെയ്യൂല? ചെലവഴിക്കൂല. രണ്ടാമത്തേത് ഇസ്രാഫാണ്, ധൂർത്ത്, അനാവശ്യമായി ചെലവഴിക്കൽ. അതും എന്താണ്? ളുൽമാണ്. മൂന്നാമത്തേത് റിയാ ആണ്, അഥവാ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ മനുഷ്യന്മാർ കാണണം, മനുഷ്യന്മാരെന്നെ പുകഴ്ത്തണം എന്ന് പ്രതീക്ഷിച്ച് ചെലവഴിക്കൽ. ഇത് 3 എന്താണ്? ളുൽമാണ്. മനസ്സിലായില്ലേ? ഈ ളുൽമ എന്തിലുണ്ട്? ചെലവഴിക്കുന്നിടത്തുണ്ട്, നേർച്ചയിലുമുണ്ട്. ഈ ളുൽമ് ഇത് ഇങ്ങനെ ചെയ്ത ആൾക്ക് ഒരിക്കലും വമാ ലിൽളാലിമീന മിൻ അൻസാർ, ഖിയാമത്ത് നാളിൽ അല്ലെങ്കിൽ ഇതിന് പ്രതിഫലം തരുന്ന നാളിൽ അവനെന്തുണ്ടാവില്ല? ഒരു സഹായി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ചെയ്തത് കൊണ്ട് സദഖയൊക്കെ ശരിക്ക് ഒരുപാട് ആപത്തുകൾ നമ്മളെ തടയും, ശിക്ഷകളിൽ നിന്നൊക്കെ തടയുമല്ലോ. പക്ഷേ ഈ ചെയ്തത് കൊണ്ട് അവന് ശിക്ഷയിൽ നിന്ന് എന്താവില്ല? തടയൂല. സുബ്ഹാനല്ലാഹ്. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ തദബ്ബുർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആയത്തിന് 2 ഭാഗമുണ്ട്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു. ആ ഭാഗം ശരിക്ക് നന്മ ചെയ്യുന്ന ആളുകൾക്ക് സമാധാനം നൽകുന്ന ഭാഗമാണ്. അള്ളാഹു അറിയും, എത്ര ചെറുതാണെങ്കിലും അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. രണ്ടാമത്തെ ഭാഗം വമാ ലിൽളാലിമീന മിൻ അൻസാർ എന്നതാണ്. അവിടെ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവർക്കുള്ള താക്കീതാണ്, അക്രമം ചെയ്യുന്നവർക്കുള്ള താക്കീതാണ്. അപ്പോൾ ശരിക്ക് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇഖ്ലാസോടുകൂടി ചെലവഴിക്കുകയാണെങ്കിൽ അത് അള്ളാഹു അറിയും. അല്ല, നിങ്ങൾ അക്രമത്തിനാണ് ചെലവഴിക്കുന്നതെങ്കിലോ അത് വലിയ നാശമായിരിക്കും, നഷ്ടമായിരിക്കും എന്നാണ്. സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ അമലിൽ കൊണ്ടുവരണം. ഈ വചനം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട അമലുകൾ, പ്രവൃത്തികൾ, ഒന്ന്, നമുക്ക് അള്ളാഹു ആരും അറിയാത്ത, അള്ളാഹു മാത്രം അറിയുന്ന ഒരു സദഖ നമുക്കുണ്ടാകണം. ചെറിയ സംഖ്യ മതി, അല്ലെങ്കിൽ ചെറിയ ഇത് മതി, പക്ഷെ അത് രഹസ്യമായിരിക്കുക. ഫഇന്നല്ലാഹ യഅലമു എന്ന ആ വാക്കുണ്ടല്ലോ, അതിനെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. അത് ഭയങ്കര എഫക്റ്റീവായിരിക്കും. അള്ളാഹു മാത്രം അറിയവർ ആരും അറിയണ്ട. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മൾ ചെറുതിനെ നിസ്സാരമാക്കരുത്. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, എന്ത് ചെലവഴിച്ചാലും 1 ദിർഹമേ നമ്മളടുത്തുള്ളൂ ചെലവഴിക്കാൻ. 1 ദിർഹമേ ഉള്ളൂ, 1 രൂപയേ ഉള്ളൂ. സഹോദരന്മാർ, അത് അള്ളാഹുവിൻ്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടും. ഒന്നുമില്ല നമ്മുടെ അടുത്ത്, ഒരു നല്ല വാക്കേ പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു സഹായിക്കാൻ സാധ്യതയുള്ള ആളോട് ഇയാളെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നൽകേണ്ടതാണ്, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താക്കരുത്, നിസ്സാരവൽക്കരിക്കരുത്. അതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ. മൂന്നാമത്തെ സഹോദരന്മാരെ, നമ്മളെപ്പോഴും നമ്മുടെ നെയ്യത്തിനെ നോക്കണം. പ്രത്യേകിച്ച് ഒരു അമല് തുടങ്ങുന്നതിൻ്റെ മുമ്പ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ നിയ്യത്ത് എന്താണെന്ന് നോക്കണം. ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹാണോ അല്ല ജനങ്ങളുടെ പ്രശംസയാണോ? തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ശ്രദ്ധിക്കണം, എൻ്റെ നിയ്യത്ത് മാറുന്നുണ്ടോ? തുടങ്ങിയത് അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ച, പക്ഷേ പിന്നെ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പുകഴ്ത്താൻ തുടങ്ങി. ഭയങ്കരമായിട്ടോ നിങ്ങളെ പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ പോയോ? ശ്രദ്ധിക്കണം. ഭയങ്കര ആപത്താണ്.
മനസ്സിലായില്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ നിയ്യത്തിനെ നമ്മൾ 2 സമയത്തും വീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഓക്കെ. 4-മത്തെ കാര്യം നോക്കൂ, ളുൽമ് ചെറിയ ളുൽമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, രഹസ്യമായ ളുൽമാണെങ്കിലും ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ളുൽമ് ചെയ്യും. എങ്ങനെ വെച്ചാൽ അവനറിയില്ല എന്നുള്ള നിലക്ക്, അവനറിയില്ല അല്ലെങ്കിൽ വേറെ ആരും അറിയില്ല, അല്ലേ? നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് ഇത്. സംഭവിക്കരുത് സഹോദരന്മാരെ, സംഭവിക്കരുത്. ഇനി ചെലവഴിക്കണ വിഷയത്തിലുള്ള ളുൽമ് അതും വരരുത്. ഇപ്പോൾ ഉദാഹരണം, ചെലവഴിക്കണ വിഷയത്തിലുള്ള ളുൽമാണ് ഞങ്ങൾ ഇത്ര പ്രവർത്തിച്ചു എന്ന് അന്തസ്സ് പറയൽ. നിങ്ങൾ ഇത്ര സദഖ ചെയ്തു, ഇത്ര യതീം കുട്ടികളെ ഞങ്ങൾ വളർത്തി, ഇത്ര ചെയ്തു എന്ന് അന്തസ്സിന് വേണ്ടി പറയൽ കൂട്ടരെ ളുൽമാണ്. കാരണം അള്ളാൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ അതിനു വേണ്ടിയാണ്. ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് റിപ്പോർട്ട് കൊടുക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. മറിച്ച് ഇതൊരു ഭയങ്കരമായി ഞങ്ങൾ അത്ര ചെയ്ത്. ഇപ്പോൾ കണ്ടില്ലേ ഈ ദുരന്തത്തിലൊക്കെ പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന സമൂഹമൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു സഹോദരന്മാരെ, കഷ്ടമാണ്. അതിൻ്റെ ഉപഭോക്താക്കളോട് നമ്മൾ ചെയ്യുന്നത് എന്തൊരു ളുൽമ, അവർക്കുള്ള അഭിമാനം. മനസ്സിലായില്ലേ? അതേപോലെ ളുൽമിൽപ്പെട്ടതാണ് അൽ മന്നുവല്ലാതെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊഴുത്തത് എടുത്ത് പറഞ്ഞിട്ട് ഉപദ്രവിക്കുക, അടുത്ത് പറഞ്ഞിട്ട് ഉപദ്രവിക്കുക. മനസ്സിലായില്ലേ? അതുപോലെ ളുൽമിൽപ്പെട്ടതാണ് സഹോദരന്മാരെ സക്കാത്ത് നീട്ടിവെക്കുക, സക്കാത്ത് പിന്തിക്കുക. സക്കാത്ത് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, പക്ഷെ അതെന്ത് ചെയ്യുക? പിന്തിക്കുക, കൊടുക്കാതിരിക്കുക. ആവശ്യക്കാരനെ നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ആവശ്യക്കാരനെ നമ്മൾ അറിയും, എന്നിട്ടും കൊടുക്കുക. ഇതൊക്കെ ളുൽമാണ് സാധനം, ഇതൊക്കെ ളുൽമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, ഈ ആയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വൈകാരിക തരംഗം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈമാനിൻ്റെ വൈകാരിക തരംഗം, ഒരു ഈമാനിക വൈകാരിക തരംഗം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നീ നന്മ ചെയ്യുന്നത് നീ ഒറ്റക്കല്ല. നീ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും നിന്നെ അള്ളാഹു കാണുന്നുണ്ട്, നിന്നെ അള്ളാഹു അറിയുന്നുണ്ട്, നന്മയായാലും തിന്മയായാലും. മനസ്സിലായല്ലോ? നീ തിന്മ ചെയ്താൽ, അക്രമം ചെയ്താൽ നിന്നെ ആരും സഹായിക്കില്ല. നിന്നെ സഹായിക്കാൻ സാലിഹായ അമല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിൻ്റെ അമൽ എന്താക്കണം? സാലിഹാകാൻ വേണ്ടി നീ ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നമുക്കത് മനസ്സിലാകണം. നമ്മളിതൊന്നും മനസ്സിലാകാത്തവരായി ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ്, അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.